ഷിജു കൂടി ചേരുന്നുണ്ട്. ഷിജു, അങ്ങനെ ഡ്രഡ്ജർ വെസൽ ഏതെല്ലാം രീതിയിലാണോ കണക്ക് കൂട്ടിയത് അതുപോലെ ഇപ്പോൾ മുന്നോട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ദൗത്യം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഇന്നത്തെ ഈ പകൽ കണക്ക് കൂട്ടിയതുപോലെ തുടങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ. എന്തൊക്കെയാണ് സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇനി ഏതാനും മീറ്ററുകൾ മാത്രമാണ് ഈ സ്പോട്ടിലേക്ക് ഡ്രഡ്ജർ എത്താനുള്ളത്. അതായത് ഗംഗാവലി പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽ പാളത്തിന്റെ രണ്ടാമത്തെ പാലം കൂടി കടന്നു കഴിഞ്ഞു ഡ്രഡ്ജർ. അതായത് സ്പോട്ടിലേക്ക് ഇനി ഒരു 200 മീറ്റർ ദൂരം കൂടി ഡ്രഡ്ജർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ സ്പോട്ടിൽ ഗംഗാവലി പുഴയിലേക്ക് ഐഡന്റിഫൈ ചെയ്ത CP4 എന്ന് നാവികസേന മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഡ്രഡ്ജർ എത്തിച്ചേരും. അവിടെ എത്തിച്ചേർന്ന ഉടൻ തന്നെ ഡ്രഡ്ജർ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതിന് ഒരു മണിക്കൂറിലധികം സമയം വേണ്ടിവരും എന്നാണ് പറഞ്ഞത്. പക്ഷേ നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ഡ്രഡ്ജർ സഞ്ചരിച്ച് ഇപ്പോൾ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രഡ്ജർ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് ഇനി അവിടെ ഉറപ്പിക്കണം. ഈ ഡ്രഡ്ജറിന് മുകളിൽ രണ്ട് വലിയ തൂണുകളുണ്ട്, ഇരുമ്പ് തൂണുകൾ. ആ തൂണുകൾ ഈ പുഴയുടെ അടിത്തട്ടിലേക്കിട്ട് ഡ്രഡ്ജർ ഒഴുകിപ്പോകാതിരിക്കാൻ സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്തണം. അതിനുശേഷം മാത്രമാണ് മറ്റ് ഈ ഡ്രഡ്ജറിനോടൊപ്പമുള്ള ഒരു പൈലറ്റ് ഡങ്കി ബോട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ബോട്ട് കൂടി ഇതിന്റെ സൈഡിലായിട്ടുണ്ട്. ഈ സൈഡിലുള്ള ഒപ്പം കൊണ്ടുപോകുന്ന മറ്റൊരു ബോട്ടിലേക്കാണ് മണ്ണും ചെളിയും എല്ലാം തന്നെ സംഭരിക്കുക. അതിനുശേഷം അത് ഓരോ തവണയും അത് നിറയുമ്പോൾ കരയിലേക്ക് വന്ന് അത് നിക്ഷേപിക്കും. അതിനുശേഷം വീണ്ടും ഈ ഡ്രഡ്ജറിന് സമീപത്തേക്ക് ഈ ബോട്ട് സഞ്ചരിക്കും. അങ്ങനെ ഏതാണ്ട് മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ആദ്യ ദിവസം തന്നെ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറെ കൂടി നേരത്തെ തന്നെ ബോട്ട് ഈ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അടുത്ത 10 മിനിറ്റിനുള്ളിൽ തന്നെ ഡ്രഡ്ജർ ഈ സ്പോട്ടിൽ നാവികസേന ഐഡന്റിഫൈ ചെയ്ത CP4 എന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. ആ പ്രതീക്ഷയുടെ 3ാം ഘട്ട ദൗത്യം ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നേരത്തെ പല ഘട്ടത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് പ്രായോഗികമല്ല ഈ സ്ഥലത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് കാർവാറിൽ നിന്ന് കുറെ കൂടി വലിയ ശേഷിയുള്ള വലിയ ഡ്രഡ്ജർ തന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഏതാണ്ട് 96 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കാർവാറിൽ നിന്ന് ഈ പോർട്ടിൽ നിന്ന് ഈ ഡ്രഡ്ജർ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഡ്രഡ്ജർ ഈ സ്ഥലത്തേക്ക് ഉറപ്പിച്ച് പുഴയുടെ അടിത്തട്ടിൽ വലിയ തോതിൽ നമുക്ക് അത് ദൃശ്യങ്ങളിൽ അതിൻ്റെ ആകാശ ദൃശ്യങ്ങളിൽ നമ്മൾ കാണിച്ചതാണ്. ആ വലിയ തോതിൽ മണൽത്തിട്ടയുണ്ട്. ആ സ്ഥലത്താണ് മണൽത്തിട്ടയോട് ചേർന്നാണ് CP4 എന്ന് നാവികസേന മാർക്ക് ചെയ്തത്. നാവികസേനാംഗങ്ങൾ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം ആ നാവികസേനാംഗങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും. അതിനുശേഷം നാവികസേന മുങ്ങൽ വിദഗ്ധർ ഒന്നുകൂടി ആവശ്യമെങ്കിൽ പരിശോധിച്ച് ഏതെങ്കിലും തലത്തിൽ പുഴയുടെ അടിത്തട്ടിൽ എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ഒഴുക്കിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പക്ഷേ ഒഴുക്കിന് ശക്തി കുറവാണ്. 1 നോട്ട് വേഗതയിൽ മാത്രമാണ് ഒഴുക്കുള്ളത്. അതുകൊണ്ട് ഡ്രഡ്ജർ ഉറപ്പിച്ച് നിർത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഡ്രഡ്ജർ വേഗത്തിൽ ഉറപ്പിച്ച് നിർത്താം. ഭാരമേറിയ 2 ഇരുമ്പ് തൂണുകളിലാണ് ഈ ഡ്രഡ്ജർ ഉറപ്പിച്ച് നിർത്തേണ്ടത്. അതിനുശേഷം ഈ തെരച്ചിൽ ആരംഭിക്കും. അതായത് ഈ ലോറി എവിടെയെന്ന് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് പുഴയുടെ മധ്യഭാഗത്ത് രൂപപ്പെട്ട വലിയ മണൽത്തിട്ടയുണ്ട്. അതൊന്നും തന്നെ നീക്കലല്ല, ഈ ലോറി കണ്ടെത്തുക. അത് മാത്രമാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള ഏക ലക്ഷ്യം. അത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്നത് ആദ്യം 3 ദിവസം കൊണ്ട് മനസ്സിലാകും എന്നാണ് ഈ സ്ഥലം MLA അടക്കമുള്ളവർ, ജില്ലാ ഭരണകൂടം, കളക്ടർ അടക്കമുള്ളവർ പറയുന്നത്. 3 ദിവസം കൊണ്ട് നമുക്കറിയാം അതിൻ്റെ പുരോഗതി എത്രമാത്രമുണ്ട്. അതുകൊണ്ട് ഇന്നും നാളെയും മറ്റന്നാളും വളരെ നിർണായകമായ പരിശോധന നടക്കും. ചെളിയും മണ്ണും നീക്കം ചെയ്യുക. തുടർന്ന് അതിൻ്റെ ഈ ദൗത്യത്തിൻ്റെ പുരോഗതി വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർന്ന് അങ്ങോട്ട് ഈ പരിശോധന വീണ്ടും നടത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഇപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ഡ്രഡ്ജർ ഈ സ്ഥലത്തേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം ഡ്രഡ്ജർ ഈ സ്പോട്ടിലേക്ക് എത്തിച്ചേരും. ശീതൾ.